ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി പിടിയിലായി. കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നാണ് സവാദിനെ NIA കസ്റ്റഡിയിലെടുത്തത്. സംഭവം നടന്ന് 13 വർഷത്തിന് ശേഷമാണ് അറസ്റ്റ്. ആക്രമണത്തിന് നിർദ്ദേശം നൽകിയവരാണ് മുഖ്യപ്രതികളെന്ന് പ്രൊഫസർ TJ ജോസഫ് 24നോട് പറഞ്ഞു. സവാദ് ഒരായുധം മാത്രമാണ്. തന്നെ പിടിക്കാൻ പോലീസ് കാട്ടിയ ഉത്സാഹം 13 വർഷത്തോളം പ്രതിയെ പിടികൂടാൻ പോലീസ് കാണിച്ചില്ലെന്നും TJ ജോസഫ് പ്രതികരിച്ചു. അന്ന് എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസ് കാണിച്ച ഒരു ഉത്സാഹം ഈ കേസിലെ പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ 13 വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ്. എൻ്റെ മനസ്സിലുള്ള മുഖ്യപ്രതികളും ഒന്നാം പ്രതികളൊന്നും ഇദ്ദേഹമല്ല. ഇദ്ദേഹത്തെ പോലെ എന്നെ ആക്രമിക്കാൻ വന്നവരോ അല്ല. എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. പ്രതി സവാദ് ഷാജഹാൻ എന്ന പേരിലാണ് ഒളിവിൽ കഴിഞ്ഞതെന്ന് അയൽവാസി പറഞ്ഞു. 2 വർഷമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പൊതുപ്രവർത്തകരെന്ന നിലയിൽ പരിചയപ്പെട്ടപ്പോൾ ഇന്ന് ആണ് യഥാർത്ഥ പേര് നമ്മൾ അറിയുന്നത്. നേരത്തെ താമസം വിളക്കോടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് പേര് പറഞ്ഞത് ഷാജഹാൻ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് മാധ്യമങ്ങളിൽ കണ്ട ഫോട്ടോ, ഇയാളുടെ ഫോട്ടോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ്. അന്ന് 13 വർഷം മുമ്പുള്ള ഫോട്ടോ ആണ്. ഇപ്പോൾ ആ ഫോട്ടോത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ 2 കുട്ടികളാണ്. ഇവിടെ വന്നപ്പോൾ ഗർഭിണിയായിരുന്നു. അപ്പോൾ ഇവിടെ ആശാരപ്പണി എടുത്ത് ജീവിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടപ്പോൾ ഇവിടുത്തെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ആശാരിപ്പണി എടുക്കുന്നുണ്ട്. കേസിൽ കൈവെട്ടാൻ ഉപയോഗിച്ച മഴുവുമായാണ് പ്രതി കടന്നുകളഞ്ഞത്. ഇതുൾപ്പെടെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ശ്രീകാന്തും സജോ ദേവസ്യയും വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, എങ്ങനെയാണ് NIA സംഘം ഈ പ്രതിയിലേക്ക് എത്തിയത്? ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു അന്വേഷണ ഏജൻസി, അങ്ങനെ കരുതാൻ കഴിയുമോ? കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ പ്രതിയിലേക്ക് NIA സംഘം എത്തുന്നത്. കൃത്യമായ വിവരം കിട്ടിയതിനെ തുടർന്ന് ഇന്ന് പുലർച്ചെയോടെ കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക സംഘം ഇയാളുടെ മട്ടന്നൂരിലെ ബേരത്തുള്ള വാടക വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഏതാണ്ട് ഒരു 4 മണിയോടുകൂടി കയറി എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. ശേഷം ഇയാളോട് സവാദ് അല്ലേ എന്ന് ചോദിച്ചു. താൻ സവാദ് അല്ല എന്നും ഷാജഹാനാണെന്നും ഇയാൾ മറുപടി നൽകി. പക്ഷേ തങ്ങൾക്ക് കിട്ടിയ ഇൻപുട്ട് കൃത്യമാണ് എന്ന് ഉറപ്പിച്ച NIA സംഘം പിന്നീട് ഇയാളെ മാറ്റിയിരുത്തി വിശദമായി ചോദ്യം ചെയ്തു. തുടർന്ന് താൻ തന്നെയാണ് സവാദ് എന്ന് ഇയാൾ സമ്മതിക്കുകയായിരുന്നു. ഇയാൾക്കൊപ്പം ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു എന്ന് NIA സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇയാളുമായി ഇപ്പോൾ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് NIA കൊച്ചി യൂണിറ്റ്. ആദ്യം NIAയുടെ പരമ്പള്ളി നഗറിലെ ഓഫീസിൽ കൊണ്ടുവരും. ശേഷം അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചത്. ഇന്ന് ഹാജരാക്കാനുള്ള സാധ്യത ആണ് കാണുന്നത്. അല്ലെങ്കിൽ നാളത്തേക്ക് മാറിയേക്കാനും സാധ്യതയുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 13 വർഷം ഇയാൾ ഒളിവിലായിരുന്നു എന്നുള്ളതാണ്. അന്ന് ഈ മഴുവുമായി കടന്നു കളഞ്ഞതാണ്. ഈ വെട്ടിയ സംഭവത്തിലെ ഒന്നാം പ്രതിയാണ് ഇയാൾ. നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തയാളാണ് ഈ സവാദ് എന്ന വ്യക്തി. പിന്നീട് ഇയാൾ അഫ്ഗാനിസ്ഥാനിലുണ്ട്, സിറിയയിലുണ്ട്, നേപ്പാളിലുണ്ട്, ദുബായിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്. അങ്ങനെ നിരവധിയായ കഥകൾ വന്നിരുന്നു. നേപ്പാളിൽ MK നാസർ എന്ന ഇതേ കേസിൽ തന്നെ മറ്റൊരു പ്രതിയോടൊപ്പം താമസിച്ചിരുന്നു എന്നുള്ളതാണ് ഇടയ്ക്ക് കേട്ട കഥ. പക്ഷേ MK നാസർ അടുത്തിടെ പിടിയിലായി വന്നപ്പോൾ അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും സവാദിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞതോടെ ആ ഒരു അഭ്യൂഹവും നീങ്ങി. പിന്നീട് ഈ സവാദ് എവിടെയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇതിനിടയിലാണ് പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും ഒക്കെ നിർണായക സ്വാധീനമുള്ള മട്ടന്നൂർ ബേരത്ത് നിന്നും ഇയാൾ പിടിയിലാകുന്നത്. സംഘടനയുടെ സഹായം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് NIA ഉറപ്പിച്ചു പറയുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ സംഘടനാ നേതൃത്വം മുഴുവൻ ജയിലിലായ പശ്ചാത്തലത്തിൽ ഇയാൾ പുറമേക്ക് ആരെങ്കിലുമായി ഒരുപക്ഷെ ബന്ധപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പിടിയിലായി എന്നും അനുമാനിക്കുന്നു. അത്തരം കാര്യങ്ങൾ NIA ഇനി വേണം. ശ്രീകാന്ത്, അതിലൊരു സംശയമുള്ളത്, ഈ സംഘടനയ്ക്കെതിരായ നടപടി മൂലം മറ്റു തരത്തിൽ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇയാൾ NIAയുടെ പിടിയിലായി, അതാണോ കരുതേണ്ടത്? അതോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മറ്റു നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമോ? ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നിർത്തിയിരുന്നില്ല NIA സംഘം. റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഒപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തിയിരുന്നു. ഇയാളുടെ ഭാര്യയുടെ മൊബൈൽ ഉപയോഗിച്ചാണ്
ഇയാൾ ബന്ധപ്പെട്ടിരുന്നത്, പലരുമായും ബന്ധപ്പെട്ടിരുന്നത് എന്നൊരു വിവരം കൂടി ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് പിന്തുടർന്നാകണം ഇയാളിലേക്ക് എത്തിച്ചേർന്നത് എന്ന് ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ഉണ്ട്. അത് ഇനി സ്ഥിരീകരിച്ചേ മതിയാകൂ. ഷാജഹാൻ എന്ന പേരിലാണ് ഇയാൾ അവിടെ താമസിച്ചിരുന്നത്. പേര് മാറ്റി തന്നെയാണ് താമസിച്ചത്. ഭാര്യയും കുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ 13 വർഷം ഇയാൾ വിദേശത്തൊക്കെയാണ്, സിറിയയിലാണ്, അഫ്ഗാനിസ്ഥാനിൽ മറ്റ് ആക്ടിവിറ്റികൾക്കൊക്കെ പോയി എന്ന് പറയുമ്പോഴും ഇയാൾ ഈ വിളക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തും കണ്ണൂരിൽ താമസിച്ചിരുന്നു. ശേഷമാണ് ഏതാണ്ട് 2 വർഷത്തിലധികമായി ഈ ബേരത്തെത്തിയതെന്നും പറയുന്നു. അതായത് കണ്ണൂരിൽ SDPഐയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ തണലിൽ സുരക്ഷയിൽ ഇയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇയാളുടെ അറസ്റ്റോടുകൂടി വ്യക്തമാകുന്നത്. എത്ര കാലം ഇയാൾ കണ്ണൂരിൽ കഴിഞ്ഞു, ഇയാൾക്ക് ആരൊക്കെയാണ് പിന്തുണ നൽകിയത് എന്നിനി മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, അത്തരം വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇയാൾക്ക് ആരൊക്കെ സഹായം നൽകി, ഒളിവിൽ പോകാൻ എവിടുന്നൊക്കെയുള്ള സഹായം ഇയാൾക്ക് കിട്ടി എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സജോ, ഒരു സ്ഥലത്ത് ഇത്രയും ഒരു കൊടും കുറ്റവാളി, ഒരു കേസിലെ 1-ാം പ്രതിയും ഒളിവിൽ കഴിഞ്ഞു എന്നത് അയാളെ പിടികൂടിയപ്പോൾ മാത്രമാണ് നാട്ടുകാരും അറിയുന്നത്. ഒരുപക്ഷെ വലിയ അത്ഭുതമായിരിക്കും നാട്ടുകാർക്കും. മറ്റൊരു പേരിൽ അവിടെ അറിയപ്പെടുന്നു, ആശാരിപ്പണിയൊക്കെ ചെയ്ത് അവിടെ ജീവിക്കുന്നു. എന്താണ് നാട്ടുകാർക്ക് ഇയാളെ പറ്റി പറയാനുള്ളത്? ഇയാളുടെ ഒരു ഒളിത്താവളം എന്ന് നമുക്ക് എങ്ങനെ ആ പ്രദേശത്തേക്ക് അന്വേഷണ സംഘം രാവിലെ എങ്ങനെ എത്തി? വിജയകുമാർ, NIA കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കി സംഘം ഈ പ്രദേശത്ത് വീട് വളഞ്ഞ്, അതായത് പുലർച്ചയോടുകൂടി വീട് വളഞ്ഞാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ഇവിടെ നിന്ന് മടങ്ങിയത്. അത് സംബന്ധിച്ചുള്ള വിവരം യഥാർത്ഥത്തിൽ ലോക്കൽ പോലീസിനും കൃത്യമായി കൈമാറിയിരുന്നില്ല. അത് NIAയുടെ കൃത്യമായ ഓപ്പറേഷനായിരുന്നു. പക്ഷേ നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ കേസിലെ പ്രധാന പ്രതിയാണ്. 13 വർഷമായി ഇദ്ദേഹം ഒളിവിൽ കഴിഞ്ഞു. അതിൽ കൂടുതൽ കാലവും അദ്ദേഹം കണ്ണൂരിൽ തന്നെ കഴിഞ്ഞു എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മട്ടന്നൂർ ബേരം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ അദ്ദേഹം 2 വർഷത്തോളമായി വാടകയ്ക്ക് താമസിച്ചിരുന്നു. ഈ കാണുന്ന വാടക വീട്ടിൽ താമസിച്ചിരുന്നു. ഭാര്യയും 2 മക്കളുമുണ്ട്. വിവാഹം കഴിച്ച ആ യുവതി അവർ കാസർഗോഡ് സ്വദേശിയാണ്. ഈ സംഭവത്തിന് ശേഷമാണ്, കൈവെട്ട് സംഭവത്തിന് ശേഷമാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടന്നത് ഇവിടെ തന്നെയാണ്, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തന്നെയാണ്. ആദ്യം എത്തിയത് വിളക്കോട് എന്ന ഭാഗത്തേക്കായിരുന്നു, വിളക്കോട് ഉൾപ്പെടുന്ന മേഖല. അതും കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലമാണ്. അവിടെയാണ് താമസിച്ചത്. പിന്നീടാണ് 2 വർഷം മുമ്പ് മാത്രമാണ് ഇവിടെ എത്തിയത്. ഇതിൽ ഒരു പ്രാദേശികമായ സംശയങ്ങൾ ഇവിടെയുള്ള ചില ആളുകളെല്ലാം പങ്കുവച്ചത്. ഒന്ന്, ഇദ്ദേഹം സവാദ് എന്ന പേര് മാറ്റി ഷാജഹാൻ എന്ന പേരിലാണ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. ആശാരിപ്പണിയാണ് അദ്ദേഹം ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. വിവിധ വീടുകളിൽ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമൊക്കെ ഈ ആശാരിപ്പണികൾ ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന സംശയം, അതിനുശേഷം, അതായത് ഈ കൈവെട്ട് സംഭവത്തിന് ശേഷം ചില ഓപ്പറേഷൻസ് കണ്ണൂരിലടക്കം നടന്നിരുന്നു. അതിലും ഇദ്ദേഹം മുഖ്യ ആളായി ഉപയോഗിക്കപ്പെട്ടു എന്ന സംശയം ചില ആളുകൾ ഇതിനകം തന്നെ, ചില സംഘടനകളൊക്കെ തന്നെ ഇതിനകം ഉന്നയിച്ച് കഴിയുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിന് കൃത്യമായി പ്രാദേശിക പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് പക്ഷേ ഷാജഹാൻ എന്ന പേരിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ സംഘടന പിന്തുണ നൽകിക്കൊണ്ടിരുന്നത്. സവാദ് എന്ന ഐഡന്റിറ്റി വിദഗ്ധമായി മറച്ചു വെക്കുന്നതിനും സംഘടനയുടെ പിന്തുണ ലഭ്യമായിട്ടുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം കാര്യങ്ങൾ അങ്ങനെയല്ലാതായി മാറിത്തീർന്നു. അതിനുശേഷം കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ അദ്ദേഹം ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ജോലി ചെയ്തതുപോലും ഇതൊരു വാടക വീടാണ്. ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തെ അറിയാം. പക്ഷേ ഷാജഹാൻ എന്ന പേര് മാത്രമേ അറിയുകയുള്ളൂ. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം, അതായത് NIA പിടിയിലാക്കുന്നത് പുലർച്ചെയാണ്. ഇന്നലെ അദ്ദേഹം ജോലി ചെയ്തിരുന്നത് നേരെ എതിർഭാഗത്ത് കാണുന്ന ആ വീട്ടിൽ. അവിടെ മറ്റ് തൊഴിലാളികളൊക്കെ ഉണ്ട്, സഹപ്രവർത്തകരൊക്കെ ഉണ്ട്. അതിൽ കൂടുതലും ഇതര സംസ്ഥാനക്കാരൊക്കെയാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തെ അറിയില്ല എന്ന പ്രതികരണമാണ് അദ്ദേഹം ഉൾപ്പെടെ നടത്തുന്നത്. ആ കാണുന്ന കെട്ടിടത്തിലാണ്, അതായത് ഇവിടെ നിന്നൊരു 10-15 മീറ്റർ മാത്രം അകലെയുള്ള ആ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു അവിടുത്തെ പ്രവർത്തകർ. ഇങ്ങനെ പല വീടുകളിലും മറ്റും ഇത്തരം ആശാരിപ്പണിയും മറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് ഇവിടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇദ്ദേഹത്തിന് കൃത്യമായും ഇവിടെ വീട് സംഘടിപ്പിക്കുന്നതിന്, ഇങ്ങോട്ടേക്ക് വന്ന് താമസിക്കുന്നതിന്, ഐഡന്റിറ്റി മറച്ചു വെക്കുന്നതിനൊക്കെ സംഘടനയുടെ, അതായത് നേരത്തെ നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ, പിന്നീട് SDPയുടെ പിന്തുണയൊക്കെ ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയുള്ള ചില ആളുകൾ ഉന്നയിക്കുന്ന സംശയമാണ്, ഈ കൈവെട്ടിന് ശേഷം പല ഓപ്പറേഷൻസും കണ്ണൂരിൽ നടന്നിട്ടുണ്ട്. അതായത് അത് ചില രാഷ്ട്രീയ സംഘർഷങ്ങളും മറ്റുമൊക്കെയാണ്. അതിനും ഇദ്ദേഹം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന സംശയമാണ്. അത് പക്ഷേ മറ്റൊരു പ്രശ്നമാണ്. പക്ഷേ അതേസമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കണക്കാക്കേണ്ടത്, 13 വർഷം ഇദ്ദേഹം രാജ്യം വിട്ടിരിക്കാം എന്ന സംശയമാണ്
സാഹചര്യമാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. പക്ഷേ കേരളത്തിൽ തന്നെ പലയിടങ്ങളിലും സുരക്ഷിത താവളം സവാദിനു വേണ്ടി ഒരുങ്ങിയിരുന്നു. അതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ വിവാഹം ഉൾപ്പെടെ നടന്നിരുന്നു. അതിനും സഹായങ്ങൾ ലഭ്യമായിരുന്നു. ഒപ്പം ഇവിടെ, അതായത് ഈ ചാവശ്ശേരിയോടടുത്ത് കിടക്കുന്ന 19-ാം മൈൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഈ പോപ്പുലർ ഫ്രണ്ടിന് കാര്യമായ സ്വാധീനം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴും SDPIക്ക് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സ്വാധീനമുള്ള മേഖലയൊക്കെയാണ്. അങ്ങനെ പ്രാദേശികമായി സംഘടനാപരമായി അവർക്ക് ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഒളിവിൽ താമസിക്കാൻ കഴിയാവുന്ന പ്രാദേശികമായ പിന്തുണ കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അത് കൃത്യമായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചകത്തേക്ക് യഥാർത്ഥത്തിൽ കയറി വരണം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എതിർഭാഗത്തേക്ക് നോക്കിയാൽ തന്നെ കാണാം ഒരു വളരെ ചെറിയൊരു ഇടുങ്ങിയ വഴി. ലോക്കൽ പോലീസ് ഇയാളെ പിടികൂടിയ ശേഷമായിരിക്കും അറിഞ്ഞതല്ലേ? അവിടേക്ക് പിന്നെ പോലീസ് എത്തുകയോ മറ്റോ ഉണ്ടായോ? വിജയകുമാർ, പോലീസ് സാന്നിധ്യം ഇവിടെയുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് സാന്നിധ്യവും ഇവിടെയുണ്ട്. പക്ഷേ ഈ ഓപ്പറേഷൻ യഥാർത്ഥത്തിൽ ലോക്കൽ പോലീസ് അറിഞ്ഞില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമ്മൾ ലോക്കൽ പോലീസുമായി അന്വേഷിച്ചപ്പോൾ അവർ എന്തെങ്കിലും ഒരു വിവരം ആ ഘട്ടത്തിൽ പങ്കുവച്ചില്ല. പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ച് കമ്മീഷണർ അത് സംബന്ധിച്ച് നമ്മളോട് പ്രതികരിച്ചത് ആ വിവരം അറിയാമായിരുന്നു എന്നതാണ്. അതിനെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ലോക്കൽ പോലീസിനെ നൽകുക എന്നതായിരുന്നു. പക്ഷേ അതിലെന്തെങ്കിലും സഹായം NIA ആവശ്യപ്പെട്ടില്ല, അതുകൊണ്ട് കൊടുത്തില്ല. പിന്നീട് ഈ ഓപ്പറേഷന് ശേഷം പോലീസിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ട്, പോലീസ് സാന്നിധ്യം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ശരി സജോ, എന്തായാലും ഇയാൾക്ക് ആരാണ് അവിടെ ഒളിത്താവളം ഒരുക്കിയത്? ബോധപൂർവമായി ഇയാളെ അവിടെ ആരൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട്? അതിന്റെ പശ്ചാത്തലം എന്താണ്? തുടങ്ങിയവയിലേക്ക് ഇനി അന്വേഷണം നീങ്ങേണ്ടതുണ്ട്. സവാദിനെ ഇപ്പോൾ പിടിയിലായ ആളിനെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്, കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഷാജഹാൻ എന്ന പേരിലാണ് അയാൾ അവിടെ കഴിഞ്ഞത്. അയൽക്കാർക്കൊക്കെ വലിയ അത്ഭുതമാണ് ഇത് ഈ കേസിലെ പ്രധാന പ്രതിയായിരുന്നു എന്ന വിവരം അവരൊക്കെ പിന്നീടാണ് അറിയുന്നത്. ഇയാൾ അവിടെ മറ്റേതെങ്കിലുമൊക്കെ സമാനമായ ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നതിൽ കൂടി അന്വേഷണം നീളുമെന്നാണ് ഞങ്ങളുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സജോ ദേവസ്യയും S. ശ്രീകാന്തുമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് പ്രധാന വാർത്തകളിലേക്ക്. നിയമസഭാ സമ്മേളനം ഈ മാസം 25 മുതൽ ചേരും. നിയമസഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഫെബ്രുവരി 2-ന് ബജറ്റ് അവതരിപ്പിക്കാനാണ് ആലോചന. VA ഗിരീഷ് വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ദിനം പ്രതി വർദ്ധിക്കുന്നു. ഇന്നലെ ഈ ബില്ലുകളിൽ, നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതെ ഗവർണർക്ക് എങ്ങനെ കേരളത്തിനകത്ത് സഞ്ചരിക്കാൻ കഴിയുമെന്ന് മുന്നറിയിപ്പിൻ്റെ സ്വരത്തിലുള്ള ഒരു ചോദ്യം CPM സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത് നമ്മൾ കേട്ടതാണ്. അങ്ങനെയൊക്കെ ഇരിക്കെ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമെന്ന് ഗവർണർ പറയുന്നു. അത് മുഴുവൻ വായിക്കുമോ എന്നതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ തീരുമാനങ്ങൾ? വിജയകുമാർ, ഇപ്പോൾ മന്ത്രിസഭ എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് നിയമസഭാ സമ്മേളനം ഈ 25-ാം തീയതി ചേരുക എന്നുള്ളതാണ്. ബജറ്റ് അവതരണം തന്നെയാണ് ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ 25 മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഗവർണർ ഇക്കാര്യത്തിൽ നയപ്രഖ്യാപനം വായിക്കും എന്ന് ഗവർണർ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടി തന്നെ ഈ സഭാ സമ്മേളനം തുടങ്ങുന്നതിനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കുന്നതിന് മന്ത്രിസഭാ യോഗം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി കുറയ്ക്കുക, അതോടൊപ്പം അർഹമായ ഗ്രാൻറ്റുകളൊക്കെ നൽകാതിരിക്കുക. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ ഏതായാലും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ടാകും. ഇത് ഗവർണർ വായിക്കുമോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം ഗവർണർക്കെതിരെ ഒരു വശത്ത് രാഷ്ട്രീയ സമരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് നിയമസഭ വിളിച്ചു ചേർക്കുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്തം സർക്കാർ നിറവേറ്റുന്നു. സ്വാഭാവികമായും ഗവർണർ ഈ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വായിക്കേണ്ടതുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഗവർണർ ഇത്തരത്തിൽ ഒരു പരസ്യ പ്രതികരണം നടത്തിയത് എന്നും സർക്കാർ വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൊക്കെ നിരവധി ആശയക്കുഴപ്പങ്ങളും ഗവർണർ ഇത് വായിക്കുമോ തുടങ്ങിയ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഗവർണർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്ന സ്ഥിതിക്ക് അത്തരത്തിലൊരു ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സർക്കാർ നിലപാട്. പക്ഷേ അതിനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വാചകങ്ങൾ, അത് കേന്ദ്ര സർക്കാരിനെതിരായ പരാമർശങ്ങൾ ഉൾപ്പെടെ പലതും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇത് ഗവർണർ വായിക്കുമോ, പൂർണ്ണമായും വായിക്കുമോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ആശയക്കുഴപ്പവും അനിശ്ചിതത്വവും നിലനിൽക്കുന്നുണ്ട്. വിജയകുമാർ,
യെസ്, ഈ മാസം 25 മുതൽ സഭാ സമ്മേളനം ചേരും. ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇപ്പോഴത്തെ നിലയിൽ ഫെബ്രുവരി 2-ന് ബജറ്റ് അവതരിപ്പിക്കാനുള്ള ആലോചന സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ നയപ്രഖ്യാപന പ്രസംഗം അത് ഗവർണർ വായിക്കും. അതിലെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ മുഴുവൻ ഗവർണർ വായിക്കുമോ എന്നതൊക്കെ വലിയ കൗതുകമാണ്. കാത്തിരിക്കാം എന്തായിരിക്കും ഗവർണറുടെ അക്കാര്യത്തിലുള്ള വിശദീകരണം എന്താണെന്ന്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധവുമായി പ്രതിപക്ഷം. സെക്രട്ടേറിയറ്റിലേക്ക് അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത രാഷ്ട്രീയ പകപോക്കലെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് പറഞ്ഞു. പോലീസ് പിണറായി വിജയന്റെ ഗുണ്ടകളെ പോലെ പെരുമാറുകയാണെന്നും BV ശ്രീനിവാസ് കുറ്റപ്പെടുത്തി. 100% next time, not only Delhi, see is coming na, next time anytime he'll come, we'll show. Black flag 100% will show. In Delhi also, I am saying na, I am a Youth Congress president, I am saying 100% we are showing black flag. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തിട്ടും യൂത്ത് കോൺഗ്രസുകാരെ തല്ലിയ ഗൺമാനെതിരെ ഒരു നടപടിയും എടുത്തില്ലെന്ന് കെ മുരളീധരൻ MP. ഗവർണറുടെ ഇടുക്കി സന്ദർശനത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ ഇന്നലത്തെ ദിവസം തെരഞ്ഞെടുത്തതെന്നും കെ മുരളീധരൻ ആരോപിച്ചു. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് KSUക്കാരെ തല്ലിച്ചതച്ച ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു നടപടി എടുത്തിട്ടില്ല. നാട്ടുകാർ മുഴുവൻ കാണത്തക്ക രീതിയിലാണ് അദ്ദേഹം വടികൊണ്ട് അവരെയൊക്കെ തല്ലിയത്. അതിനെക്കുറിച്ച് അക്ഷരം സർക്കാർ പറയുന്നില്ല. KSU യൂത്ത് കോൺഗ്രസ്സുകാരെ കേസിൽപ്പെടുത്താനും അറസ്റ്റ് ചെയ്യാനുമാണ് ഇപ്പോൾ താല്പര്യം കാണിക്കുന്നത്. ഇന്നലെ നടന്നത് വെറും വൃത്തികെട്ട ഒരു സംഭവമായിപ്പോയി. ഇങ്ങനെയൊരു വലിയൊരു താല്പര്യം എന്തുകൊണ്ടാണ് ഇന്നലത്തെ ദിവസം തന്നെ തിരഞ്ഞെടുത്തത്? ഇന്നലെ ഗവർണറുടെ ഇടുക്കി സന്ദർശനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഇന്നലത്തെ ദിവസം ഒരുപക്ഷെ തിരഞ്ഞെടുത്തായിരിക്കാം. അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും ക്രമസമാധാന നില തകരുകയാണ്. അതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെ ന്യായീകരിച്ച് CPIM. കേസിൽ പ്രതികളാകുന്നവരെ അറസ്റ്റ് ചെയ്യുക സാധാരണമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തെ ഹീറോ ആക്കാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരു കേസിൽ പ്രതിയായാൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. ആ കള്ള സർട്ടിഫിക്കറ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോടതി തന്നെ ചികിത്സക്ക് അയക്കുക. പരിശോധിച്ച് വന്നപ്പോൾ അങ്ങനെയുള്ളൊരു കേസും ഇല്ല എന്ന് വ്യക്തമാകുക. ജാമ്യം കൊടുക്കാതെ ജയിലിൽ അടക്കുക. ഇത്രയും വന്നപ്പോൾ എന്തായിരുന്നു ഭയങ്കരമായ പ്രശ്നം? ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണല്ലോ വിശദീകരണം. പോലീസ് എടുക്കുന്ന നിലപാടുകൾ പലതും എടുത്തുകൊണ്ട് ജനാധിപത്യമുള്ള ഗവൺമെന്റ് ഉള്ളപ്പോൾ തന്നെയല്ലേ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെയല്ലേ തൃശ്ശൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൊടുങ്ങല്ലൂര് ഒരു SFI വിദ്യാർത്ഥിയെ പോലീസുകാർ വീട്ടിൻ്റെ അകത്ത് തന്നെ വിളിച്ചുകൊണ്ടുപോയത്, അമ്മേൻ്റെ മുമ്പിൽ നിന്നല്ലേ വിളിച്ചുകൊണ്ടുപോയത്. അല്ലാണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ മാത്രമല്ലല്ലോ അങ്ങനെ വിളിച്ചത്, ഒരാളെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്, സെക്രട്ടേറിയറ്റ് മാർച്ച് തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് മാർച്ച് ആഹ്വാനം ചെയ്തത്. പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇത് പ്രസ് ക്ലബ് പരിസരത്ത് നിന്നാണോ പതിവ് പോലെ ഈ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്? എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, രക്തസാക്ഷി മണ്ഡപത്തിന്റെ പരിസരത്ത് നിന്നാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമര ഗേറ്റിന് സമീപത്തേക്ക് എത്തി. അവിടെ ഈ കൊടികളടക്കം ബാരിക്കേഡിൽ കുത്തിക്കൊണ്ട് അവർ ഈ നേതാക്കൾ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. പ്രവർത്തകരെ നേമം സജീർ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേമം സജീർ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ ശക്തിപ്രകടനമായി തന്നെ ഈ മാർച്ചിനെ അവതരിപ്പിക്കാനാണ് നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് പിന്നാലെ കാസർഗോഡും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും അടക്കം ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് നേതൃത്വം തന്നെ ആഹ്വാനം ചെയ്തൊരു പശ്ചാത്തലത്തിൽ അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ള നിലപാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും വലിയ തരത്തിലുള്ള പ്രത്യേകതകൾ ഈ മാർച്ചിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം കന്റോൺമെന്റ് പോലീസിനെതിരെ വലിയ ആക്ഷേപവും വിമർശനവും അത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഉണ്ട്. പ്രത്യേകിച്ച് കന്റോൺമെന്റ് പോലീസാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടൂരിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. അതിലടക്കം വലിയ പ്രതിഷേധമുണ്ട്. ഇന്നലെ ഫോർട്ട് ആശുപത്രിയിൽ നിന്ന് വാഹനത്തിൽ കയറ്റുമ്പോഴും കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാഹനത്തിൽ കയറ്റുമ്പോഴും
രാഹുലിനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല പോലീസ് എന്ന രീതിയിൽ വലിയ തരത്തിലുള്ള ആക്ഷേപം ഉയരുകയും അത് പ്രതിഷേധമായിട്ടടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കന്റോൺമെന്റ് സിഐക്കെതിരെ അടക്കം വലിയ തരത്തിലുള്ള വിമർശനം അത് യൂത്ത് കോൺഗ്രസ് ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു ഡയറക്റ്റ് ഓപ്പറേഷൻ, അതൊരു ഗൂഢസംഘം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർ. ആ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു കൊലപാതകിയെ കണക്കെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയത് എന്നുള്ളത് കോൺഗ്രസ് ഇതിനോടകം തന്നെ ആക്ഷേപമായി പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 1:15 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മാത്രമല്ല ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനടക്കം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിലില്ല. കാരണം പ്രതിപക്ഷ സംഘടനയുടെ യുവജന സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മര്യാദയും കാണിക്കാതെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, നാടകീയമായ രീതിയിൽ അറസ്റ്റ് ചെയ്യുന്നു. ആ അറസ്റ്റിൽ അടക്കം പ്രതിഷേധം ശക്തമാക്കും എന്നുള്ള ഒരു സൂചന ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ ഡിസംബർ 20 നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന പോലീസ് തെരനായാട്ടിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയായിരുന്നു ആ മാർച്ച് സംഘടിപ്പിച്ചത്. പക്ഷേ ആ മാർച്ച് കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. പോലീസുകാർക്കെതിരെ അടക്കം പ്രകോപനമുണ്ടാക്കി. മാത്രമല്ല പോലീസുകാർ ചില ഘട്ടങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ലാത്തി വീശുന്ന സാഹചര്യമുണ്ടായി. ഇതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എം വിൻസെന്റ് MLA, ഷാഫി പറമ്പിൽ, അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള ആളുകളെ പ്രതിയേർത്തുകൊണ്ട് കേസെടുത്തത്. ആ കേസിൽ 4ാം പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ കഴിഞ്ഞ ദിവസം ഇന്നലെ പുലർച്ചെ കന്റോൺമെന്റ് പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കോൺഗ്രസും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് നിയമ നടപടിയോടും സഹകരിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ എന്തിനൊരു കൊലപാതകിയെ കണക്കിന് വീട്ടിൽ കയറി അറസ്റ്റ് രേഖപ്പെടുത്തി? മാത്രമല്ല തിരുവനന്തപുരത്തും ഷഫീദ് തുടരുക. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച്, അവിടെ പോലീസ് ബാരിക്കേഡ് ഉയർത്തി സമരഗേറ്റിൽ തടഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് മാർച്ചിന് ആഹ്വാനം ചെയ്തത്. പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അല്പസമയത്തിനകം സംസാരിക്കും. പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആ വാർത്തകളുടെ ഒക്കെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.